കലോത്സവത്തോടനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. 800 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി വിനിയോഗിച്ചിരിക്കുന്നത്. ഇതിൽ 250 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ട്. മത്സരം നടക്കുന്ന 18 സ്ഥലങ്ങളിലെ 24 വേദികളിലും പോലീസിന്റെ കൺട്രോൾ റൂം ഉണ്ടാകും. ഓരോ കൺട്രോൾ റൂമിലും 8 പോലീസുകാരാണ് ഉണ്ടാവുക. വേദിയിൽ യൂണിഫോമിലും അല്ലാതെയും പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടാകും. സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണുന്നവരെ നിരീക്ഷിക്കും. മത്സരാർത്ഥികളെയും പാസ് ഉള്ളവരെയുമല്ലാതെ മറ്റാരെയും വേദിയിലേക്ക് പ്രവേശിപ്പിക്കില്ല. 9497930804 എന്ന നമ്പറിൽ കലോത്സവ ഹെൽപ്പ് ലൈൻ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ലോ ആൻഡ് ഓർഡർ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് എല്ലാ ക്ലസ്റ്ററുകളിൽ നമ്മുടെ പ്രത്യേകം പെട്രോളിംഗ് ടീം രൂപീകരിച്ചിട്ട് മഫ്തി പോലീസ് അടക്കമുള്ള സ്പെഷ്യൽ സ്ക്വാഡ് അടക്കമുള്ള ഒരു പെട്രോളിംഗ് ഈ വരുന്ന 5 ദിവസങ്ങളിൽ നമ്മുടെ ക്ലസ്റ്റർ കേന്ദ്രീകരിച്ചിട്ട് ക്ലസ്റ്റർ മുതൽ നമ്മുടെ അക്കോമഡേഷൻ പ്ലേസും പിന്നെ ഡൈനിങ് ഏരിയ വരെയുള്ള പെട്രോളിംഗ് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടാതെ അക്കോമഡേഷനുള്ള താമസമുള്ള സ്ഥലം പിന്നെ വെന്യൂസ് ഇതിൻ്റെ ചുറ്റ പരിസരത്തിൻ്റെ ഒരു 200 മീറ്റർ അകമുള്ള എല്ലാം ബാൻഡ് പ്രൊഡക്റ്റ് സെല്ലിംഗ് ചെയ്യുന്ന ഷോപ്സുകളിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. അത് പാലിക്കാതെ ആൾക്കാർക്ക് നമ്മൾ പിടിച്ചിട്ട് അവർക്കെതിരെ കേസും ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്പെഷ്യൽ റെയ്ഡ് ഇന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇനി 5 ദിവസം ഇത് വെച്ചിട്ട് നമ്മൾ കർശനമായ നടപടി അവർക്കെതിരെ എടുക്കാം. പ്രധാന വേദിയായ ആശ്രമ മൈതാനത്ത് ഓരോ ദിവസവും ഡിവൈഎസ്പിമാർക്കായിരിക്കും സുരക്ഷാ ചുമതല. പെൺകുട്ടികൾക്കായി താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്ന സ്ഥലങ്ങളിലും വനിതാ പോലീസുകാരുടെ സാന്നിധ്യവും ഉണ്ടാകും. ജനം, കൊല്ലം.